ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ വലിയ ആരോപണങ്ങൾ ഉയരുന്നു. സിനിമാ പ്രവർത്തകർക്കെതിരെയുള്ള ആരോപണത്തിൽ നിയമപരമായ നടപടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ സിനിമാ പ്രവർത്തകരെക്കാൾ കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള, പൊതുസമൂഹത്തിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകളാണ് പൊതുപ്രവർത്തകർ. ആ ആരോപണ വിധേയരിൽ 3 ആരോപണമാണ്, 3 പേരാണ് മുകേഷ് MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് അന്വേഷണത്തിൽ കണ്ടുപിടിക്കപ്പെടട്ടെ. പക്ഷേ ആരോപണ വിധേയനായ ഒരു പൊതുപ്രവർത്തകൻ, സാധാരണ നിലയിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട ചില നിലപാടുകളുണ്ട്, അതിവിടെ ഉണ്ടാവുന്നില്ല. മറിച്ച് ഈ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് കോൺക്ലേവ് നടത്താൻ നിശ്ചയിച്ച ആ കോൺക്ലേവിന്റെ നൈരൂപീകരണ സമിതിയിലും 3 ആരോപണങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഈ മുകേഷ് ഉണ്ട്. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹം യാതൊരു തരത്തിലും സമൂഹത്തോട് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട എന്ന ബാധ്യതയുമായി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. രണ്ടുപേരും സിനിമാക്കാരാണെന്നുള്ള ഒരു സാമ്യം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ. അല്ല അഭിലാഷേ, ഞാൻ ഇതിനെ 2 രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇത്രയും വിഷയങ്ങൾ ഉയർന്ന ഈ ചർച്ചയൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അമ്മ എന്നല്ല AMMA എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാരവാഹികളെല്ലാം ഒന്നടങ്കം രാജിവെച്ച് പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നേ അവരെല്ലാവരും രാജിവെച്ച് പോകുന്നത് ഒന്നുകിൽ ഇതിൽ ആരോപണ വിധേയരാകാൻ സാധ്യതയില്ലാത്ത ഒരാൾ പോലും ഇതിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്താണോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തയ്യാറാകണമല്ലോ. ഞാൻ ഇതിനൊന്നും പെടുന്ന ആളല്ല. ഈ ആരൊക്കെ രാജിവെച്ചാലും ഞാൻ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കും, ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ധൈര്യമുള്ള ഒരാൾ പോലും അതിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇതിൽ പരാതി വരുമ്പോൾ അതിലെന്ത് നടപടിയാണ് ഈ സംഘടന സ്വീകരിച്ചത്? നടത്തിയില്ല. പരാതിക്ക് കാരണക്കാരായിട്ടുള്ള പീഡകരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചോ? ചെയ്തില്ല. ഇനി ഈ ആളുകളെയൊക്കെ പിന്താങ്ങുന്ന നിലപാടുകളാണ് മുൻകാലങ്ങളെടുത്ത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണ വിധേയനോടൊപ്പം നിൽക്കുകയും നടിക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം നൽകുമെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ലഭ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച, നിലപാടുകൾ സ്വീകരിച്ച ആളുകൾ ഇന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി രാജിവെച്ച് പോകുന്നത് എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ഇവർക്കുള്ളത്? ഇവർ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഇതിനൊക്കെ വാഴ്ത്തിപ്പാടുന്നത്. ഒരു സംഘടനയുടെ നേതൃത്വം, സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ ക്രൈസിസിൽ വരുമ്പോൾ ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത അലവലാദികളെയാണ് ഇവർ ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുത്തത്. അതാണോ ഈ 10-500 പേരുടെ തെരഞ്ഞെടുപ്പിലൂടെ ഈ ഭാരവാഹികളായിട്ട് കൊണ്ടുവന്നത്? ഈ സംഘടന എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്? ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കരണ വാദങ്ങൾ ഉയർത്തുന്ന സിനിമകൾ ചിത്രീകരിക്കുന്ന, സിനിമ കേവലം ഒരു വ്യവസായം മാത്രമല്ല, ഇതൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണെന്നാണ് ഇവരെല്ലാവരും അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാംസ്കാരിക പരിവർത്തനം ആദ്യം വരേണ്ടത് ഈ മേഖലയിൽ നിന്നല്ലേ? ഇവരതൊന്നും ഒരു കാലത്തും ചെയ്തിട്ടില്ല. പകരം ഓടി ഒളിക്കുന്ന നിലപാടാണ് എടുത്തത്. ഇത് ഓടി ഒളിച്ചു എന്ന് പറയാൻ തയ്യാറല്ല ഞാൻ. ഈ ആരോപണ വിധേയരായവരെ തള്ളിപ്പറയാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഒന്നിച്ച് രാജിവെച്ചുകൊണ്ട് അവർക്കൊരു പിന്തുണ പ്രഖ്യാപിച്ചു എന്നേ കാണാൻ കഴിയുള്ളൂ. ഇവിടെ ദിലീപിന്റെ കേസൊക്കെ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു. ഞാൻ ആലോചിക്കുന്നത്, ഈ ദിലീപിന്റെ കേസ് കൊണ്ടുവന്ന് മൊമെന്റം സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. കേവലം പൾസർ കട്ടുകൊണ്ട് നടന്ന പൾസർ സുനിക്ക് വേണ്ടിയിട്ട് എന്തായാലും കോടതി മുറിക്കകത്ത് പോലും ഇടപെടലുകൾ നടത്താൻ സംവിധാനങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏതൊക്കെയോ ഉന്നതർക്ക് വേണ്ടിയിട്ടാണ് ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അവരുടെ മറ്റ് ടേപ്പുകളെല്ലാം പരിശോധിക്കാൻ ആളുകൾ ഇടപെട്ടത്. അങ്ങനെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഇടപെടാൻ മാത്രം പൾസർ കള്ളനായിട്ടുള്ള പൾസർ സുനി ഇത്ര മഹാനായ പ്രമുഖനാണോ? അല്ലല്ലോ. അപ്പൊ ഇതിന്റെ പുറകിൽ വേറെ ആരൊക്കെയുണ്ട്? അതാരാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരണ്ടേ? ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇക്കാര്യത്തിൽ ഈ സംഘടനയോ സിനിമാ സംഘടനകളോ അല്ല പൊതുസമൂഹത്തോട് അക്കൗണ്ടബിൾ ആയിട്ടിരിക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരാണ്. ഈ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത്? അരാജകത്വം, തികഞ്ഞ അരാജകത്വമല്ലേ കേരളത്തിൽ? ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ വരുന്നു. ഇതിൽ ശരിയേതാണ് തെറ്റേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഈ സർക്കാരാണ് അല്ലേ? ഒരൊറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ അഭിലാഷേ. ഇവിടെ സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിക്കുന്നു. ഇവിടെ സുരേഷ് ഗോപി തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. സുരേഷ് ഗോപി ഓരോ സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിക്കണം എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മൾ എന്തിനെ കുറിച്ച് ചോദിക്കും? അദ്ദേഹത്തിന്റെ വാഷ്റൂമിൽ നിന്ന് വന്നാൽ കേന്ദ്രമന്ത്രിയോട് നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്? അദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രയാസം. അദ്ദേഹം ഏത് രീതിയിൽ ഏത് സ്ഥലത്തിരിക്കുമ്പോഴാണ് നമ്മൾ സുരക്ഷ കൊടുക്കേണ്ടത്? അതുകൂടി പറയണ്ടേ? ഒറ്റ കാര്യം, ഈ ചോദ്യം കൊണ്ട് കുത്തിക്കൊല ചെയ്യപ്പെടും എന്നുള്ള പേടിയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഞാൻ MP ആയാൽ ഞാൻ ഈ വലിയ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? മാത്രമല്ല, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സിറിയയിൽ ആട് വയ്ക്കാൻ പോയ സ്ഥിരം കഥ പറയാതെ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ BJP തയ്യാറുണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അത്തരം നിലപാടിലേക്കെങ്കിലും എത്താനായിട്ട് BJPയുടെ വക്താവ് തയ്യാറാകേണ്ടതല്ലേ? ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ മുകേഷിനെയാണ് ഇവർ നയരൂപീകരണ സമിതിയിൽ പെടുത്തിയിരിക്കുന്നത് അല്ലേ? മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച രഞ്ജിത്ത്, അദ്ദേഹം ഈ ചെയർമാനായിരുന്നല്ലോ അക്കാദമിയുടെ,
ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കുമായിരിക്കില്ലോ കോൺക്ലേവിന് നേതൃത്വം കൊടുക്കേണ്ട, ചെയർ ചെയ്യേണ്ട ആളുകൾ അല്ലേ? അദ്ദേഹത്തിന് ഒരു ആരോപണം വന്നില്ലായിരുന്നെങ്കിൽ അവരൊക്കെ നയിക്കുന്ന കോൺക്ലേവിൽ എത്രത്തോളം നീതി നടപ്പാക്കപ്പെടും എന്നുള്ള സംശയം നമുക്ക് മുമ്പിലുണ്ടല്ലോ. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അനാവൃതമായി നിൽക്കുമ്പോൾ ഇവർക്ക് ഉത്തരവാദിത്വബോധത്തോടെ സംസാരിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ ഇവർ എല്ലാ കാലത്തും വേട്ടക്കാരോടൊപ്പമാണ്, നാളെയും ആയിരിക്കും എന്നുള്ള ബോധ്യത്തിലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ.